ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗുരുവായൂരിൽ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു. ഏപ്രിൽ 8-ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാം നന്നായി തന്നെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സ് വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാമല്ലോ. മൊത്തത്തിലെല്ലാം കാണാൻ പറ്റിയില്ലെങ്കിലും ഹൈലൈറ്റ് ആകുമ്പോൾ കുറച്ച് എല്ലാം കാണാമല്ലോ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ഞാൻ മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ ഏതോ ഒരു സമയത്ത് പാടിയിട്ടായിരുന്നു ഒരു പാട്ട്. മരതകവർണ്ണനിൻ ഗുരുവായൂരോമന കണ്ണനെ കാണാനിന്നെന്തു ഭംഗി എന്നൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനാണ് ഞാൻ നൃത്തം ചെയ്തത് അവിടെ. അപ്പോൾ കാരണം ഇപ്പം നമുക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ 1 മണിക്കൂറാക്കിയിട്ടുണ്ട് പരിപാടി. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം എല്ലാ കുട്ടികളെയും കൊണ്ടുപോകാൻ പറ്റില്ല. അരങ്ങേറ്റം കുട്ടികൾക്ക് മാത്രമേ നമുക്ക് അവസരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഐറ്റം എന്ന് പറയുമ്പോൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ കുട്ടികളുടെ അവസരം നമ്മൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഡ്രസ് ചേഞ്ചിൻ്റെ ഒരു സമയത്ത് മാത്രം ഒരു ഗ്യാപ്പിൽ ഞാനൊന്ന് ജസ്റ്റ് നമ്മൾ സാധാരണ കോസ്റ്റ്യൂമിലാണ്, ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിലൊന്നുമല്ല കയറിയത്. അങ്ങനെ കയറി കളിച്ചു ഭഗവാന്റെ അടുത്ത്. അവിടെ സ്റ്റേജിൽ ഒരു ചുവടെങ്കിലും വെക്കാൻ പറ്റുന്നത് ഭാഗ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളിച്ചു. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 60-ാമത്തെ ദശകമാണ്. 60-ാമത്തെ ദശകത്തിൽ ആകെ 11 ശ്ലോകങ്ങളാണുള്ളത്. അതെല്ലാം തന്നെയും വിയോഗിനി എന്ന വൃത്തത്തിലുമാണുള്ളത്. ഈ ദശകത്തിലെ ആശയം എന്ന് പറയുന്നത് ഗോപി വസ്ത്രാപഹരണമാണ് അല്ലേ. ഗോപസ്ത്രീകളുടെ വസ്ത്രം അവർ കുളിക്കാൻ പോകുമ്പോൾ മോഷ്ടിക്കുന്നത് കണ്ണൻ്റെ വിനോദമാണ്. അത് നമ്മുടെ ഡാൻസിൽ കുറേ ഐറ്റത്തിൽ അതൊരു മെയിൻ കണ്ണൻ്റെ കുറുമ്പുകൾ കാണിക്കുന്നതിൽ എപ്പോഴും കാണിക്കുന്ന ഒന്നാണത്. അപ്പോൾ അതാണ് 60-ാമത്തെ ദശകത്തിലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം മദനാതുരചേതസോന്വഹം ഭവതം കൃദ്വയധാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിച്ചൻ. മദനാതുരചേതസോന്വഹം ഭവതം കൃദ്വയധാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിച്ചൻ. 60-ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദശകം 59-ാമത്തെ വേണുഗാനം എന്നുള്ള ദശകം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ഗോപസ്ത്രീകൾക്ക് ഭഗവാനോട് അടക്കാനാവാത്ത പ്രേമഭക്തിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ. അല്പസമയം പോലും കണ്ണനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. അത്രയും ഭഗവാനോട് ഇഷ്ടമാണ് ഗോപസ്ത്രീകൾക്ക്. അപ്പോൾ 60-ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ പ്രതിദിനം കാമപീഡിതമായിട്ടുള്ള മനസ്സോടുകൂടി കഴിയാണ് ഗോപസ്ത്രീകൾ. ഓരോ ദിവസവും ഭഗവാനോടുള്ള അനുരാഗം അവർക്ക് വർദ്ധിച്ചു വരികയാണ്. അതിനെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അവരുടെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഭഗവാന്റെ പാദസേവ ചെയ്യണമെന്ന്. ഏറ്റവും വലിയ ഭക്തിയാണ് ഭഗവാന്റെ പാദസേവ ചെയ്യുക എന്നുള്ളത്. ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുക എന്നുള്ളതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഗോപസ്ത്രീകളുടെ ആഗ്രഹം എന്താണ്? സദാ ഭഗവാന്റെ കാലടിയിൽ പാദസേവ ചെയ്യണം, ഭഗവാന് പാദസേവ ചെയ്യണം എന്നുള്ളതാണ്. കൃഷ്ണന് പാദസേവ ചെയ്യണം. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് അവരെന്ത് ചെയ്തു? ആ ആഗ്രഹം നടക്കാൻ വേണ്ടി, നമ്മളും അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വഴിപാട് നടത്തും, നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈ ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ യമുനാ നദിയുടെ തീരത്ത് മണൽ കൊണ്ടുണ്ടാക്കിയ
പാർവതി വിഗ്രഹത്തെ അവർ പൂജിച്ചു എന്നാണ് പറയുന്നത്. അതായത് യമുനയുടെ തീരത്ത് അവർ മണൽ കൊണ്ട് കാർത്യായനി വിഗ്രഹം ഉണ്ടാക്കി, എന്നിട്ട് അത് ആരാധിക്കാൻ തുടങ്ങി. എന്തിനാണ് ആ ആരാധനയുടെ ഉദ്ദേശം എന്താണ്? ഭഗവാന് പാദസേവ ചെയ്യാൻ കഴിയണം, സദാസമയവും ഭഗവാന് പാദസേവ നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അപ്പം അത്രയേ ഉള്ളൂ 60ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. പ്രതിദിനം വളർന്നു വരുന്ന കാമപീഡിതമായിട്ടുള്ള മനസ്സുകൊണ്ട് അവരാഗ്രഹിക്കുകയാണ് സദാസമയവും ഭഗവാന് പാദസേവ ചെയ്യണം. ആ ആഗ്രഹം നേടിയെടുക്കുന്നതിനായി അവർ യമുനയുടെ തീരത്ത് മണൽ കൊണ്ട് പാർവതി വിഗ്രഹം ഉണ്ടാക്കി ആരാധന ചെയ്യുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. തവ നാമ കഥാരഥാ സമം സുദൃശ പ്രാതരുപാഗതാ നദീം ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി. തവ നാമ കഥാരഥാ സമം സുദൃശ പ്രാതരുപാഗതാ നദീം ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി. 2ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭട്ടതിരിപ്പാട് പറയാണ്, അങ്ങയുടെ നാമത്തിലും കഥകളിലും തൽപരരായിട്ടുള്ള ഗോപവനിതകൾ. നമ്മൾ കഴിഞ്ഞ ദശകത്തിലും അത് പറഞ്ഞു അല്ലേ. അവർ കണ്ണൻ ഇങ്ങനെ പശുവിനെ മേയ്ക്കാനായിട്ട് വനത്തിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ അവരുടെ ഇഷ്ടവിനോദം എന്താണ്? ഭഗവാന്റെ ഓരോ ലീലകൾ തമ്മിൽ ചർച്ച ചെയ്യുകയും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുകയും ഒക്കെ ചെയ്യുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. അപ്പം അതുപോലെ തന്നെ ഭഗവാന്റെ നാമത്തിലും കഥകളിലും ലീലകളിലുമൊക്കെ തൽപരരായിട്ടുള്ള ഗോപവനിതകൾ പ്രഭാതത്തിൽ തന്നെ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? പ്രഭാതത്തിൽ തന്നെ യമുനാ നദിയുടെ അടുത്തെത്തിയിട്ട് നന്ദപുത്രനായ കൃഷ്ണൻ തൻ്റെ ഭർത്താവായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 100 ഉപഹാരങ്ങൾ കൊണ്ട് ദേവിയെ പൂജിച്ചു എന്നാ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ, മണൽ കൊണ്ട് യമുനയുടെ തീരത്ത് കാർത്യായനി വിഗ്രഹം നിർമ്മിച്ച് അവർ ആരാധന തുടങ്ങി, പൂജിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ 2ാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയാണ്, രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ ഈ ഗോപവനിതകൾ ഈ യമുനയുടെ തീരത്തെത്തി 100 ഉപഹാരങ്ങൾ കൊണ്ട് ദേവിയെ പൂജിക്കുകയാണ്. അതിന് അവരുടെ ആവശ്യം എന്താണ്? നന്ദപുത്രനായിട്ടുള്ള കൃഷ്ണൻ തൻ്റെ ഭർത്താവായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ പൂജ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ 2ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാന്റെ നാമത്തിലും കഥകളിലും തൽപരരായിട്ടുള്ള ഗോപവനിതകൾ പ്രഭാതത്തിൽ തന്നെ യമുനാ നദീ തീരത്തെത്തി 100 ഉപഹാരങ്ങൾ കൊണ്ട് ദേവിയെ പൂജിച്ച് നന്ദപുത്രനായിട്ടുള്ള കൃഷ്ണൻ തൻ്റെ ഭർത്താവായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ ശ്ലോകം ചൊല്ലാം. ഇതി മാസമുപാഹിതവ്രതാസ്തരളാക്ഷീരഭിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത്തദനുഗ്രഹേച്ഛയാ. ഇതി മാസമുപാഹിതവ്രതാസ്തരളാക്ഷീരഭിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത്തദനുഗ്രഹേച്ഛയാ. 3ാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്, അങ്ങനെ ഈ ഗോപസ്ത്രീകൾ 1 മാസം വ്രതമനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. 1 മാസക്കാലത്തോളം അവരിതുപോലെ പ്രഭാതമായി കഴിഞ്ഞാൽ യമുനാ നദിയെ പ്രാപിക്കുന്നു. അവിടെ 100 ഉപഹാരങ്ങൾ സമർപ്പിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഭർത്താവായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ 1 മാസം കഴിഞ്ഞ സമയത്ത്, 1 മാസമായപ്പോൾ ഭഗവാൻ ഭക്തജനപ്രിയനാണ് അല്ലേ, കരുണാമയനാണ് ഭഗവാൻ. അപ്പോൾ ഈ ഗോപസ്ത്രീകളെ കണ്ടിട്ട് കരുണാർദ്ര ഹൃദയനായി ഭഗവാൻ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ തീരുമാനിച്ചു, ഈ
ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ചേക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരെ അനുഗ്രഹിക്കണം എന്നുള്ള ഒരു ഇച്ഛയോടുകൂടി ഭഗവാൻ യമുനാ തീരത്തിലേക്ക് ഗമിച്ചു എന്നാണ് 3-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 3-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. 1 മാസത്തോളം വ്രതമനുഷ്ഠിച്ച ഗോപസ്ത്രീകളെ കണ്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ കരുണാർദ്ര ഹൃദയനായി. എന്നിട്ട് അവരെ അനുഗ്രഹിക്കണം എന്ന ഇച്ഛയോടുകൂടി യമുനാ തീരത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം ചൊല്ലാം. നിയമാവസിതൗ നിജാംബരം തടസി മന്യവമുച്യതാസ്തഥാ യമുനാ ജലഖേലനാകുല പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ. നിയമാവസിതൗ നിജാംബരം തടസി മന്യവമുച്യതാസ്തഥാ യമുനാ ജലഖേലനാകുല പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ. 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അവരുടെ വ്രതം അവസാനിച്ച ആ സമയത്ത് അവർ യമുനാ സ്നാനം ചെയ്യാൻ അല്ലെങ്കിൽ ജലക്രീഡ ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് യമുനയിലേക്ക് കുളിക്കാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ഭഗവാനെ മുന്നിൽ കാണുന്നത്. അങ്ങനെ കണ്ടതും അവർ ലജ്ജ കൊണ്ട് തല താഴ്ത്തി എന്നാണ് പറഞ്ഞത്. അവരാകെ നാണിച്ചു പോയി എന്നുള്ളതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്, ഈ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ആവരണമാണ്, നമ്മളെ മൂടിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു തലത്തിൽ, ആത്മീയമായിട്ടുള്ളൊരു തലത്തിൽ കാണുമ്പോൾ ലൗകികമായിട്ടുള്ള എല്ലാത്തിലും നിന്നും നമ്മൾ വേർപെട്ട് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ കാരണജലത്തിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ, ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ നാണം, ആ ഒരു ആവരണം കൊണ്ട് രക്ഷ നേടുന്ന ആ ഒരു സംഭവം, അതിനെ ഭഗവാൻ വളരെ നിസ്സാരമായിട്ട് ഇതൊന്നും ഒന്നുമല്ല എന്ന് കാണിക്കുന്ന തലത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗോപസ്ത്രീകൾ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് വ്രതം അവസാനിച്ച സമയത്ത് യമുനയിൽ കുളിക്കാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഭഗവാനെ മുന്നിൽ കാണുകയാണ്. അങ്ങനെ അവർ ലജ്ജിതരായി എന്നുള്ളതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം ചൊല്ലാം. ത്രപയാ നമിതാനനാസ്വതോ വനിതാ സ്വംഭരജാലമന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വം തരസാതിരൂഢവാൻ. ത്രപയാ നമിതാനനാസ്വതോ വനിതാ സ്വംഭരജാലമന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വം തരസാതിരൂഢവാൻ. 5-ാമത്തെ ശ്ലോകത്തിൽ കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. അവർ യമുനയിലേക്ക് ഇറങ്ങി അല്ലേ, എന്നിട്ട് ഭഗവാനെ കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്. ആ സമയത്ത് അവരുടെ വസ്ത്രങ്ങൾ അവിടെ ഊരി വെച്ചിട്ടുണ്ടല്ലോ, ആ വസ്ത്രങ്ങൾ എടുത്തിട്ട് ഭഗവാൻ അടുത്തുള്ള ഒരു വൃക്ഷത്തിൻ്റെ ശാഖയുടെ മേലെ കയറിയത് നമ്മളത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. സ്ത്രീകൾ കുളിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രം എടുത്ത് മാറ്റി മരത്തിൻ്റെ മുകളിൽ കയറി കുറുമ്പ് കാണിച്ചിരിക്കുന്ന കണ്ണനെ നമ്മൾ കുറേ ഇതിൽ രംഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ നൃത്തത്തിലും പല അവസരങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഒരു ഏപ്രിൽ 28 അങ്ങനെ എങ്ങാണ്ടായിരുന്നു, എനിക്ക് കൃത്യമായിട്ടുള്ള തീയതി ഓർമ്മയില്ല, ഗുരുവായൂർ കൃഷ്ണനാട്ടം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാളിയമർദ്ദനായിരുന്നു വിഷയം. അതിനിടയിലും ഞാൻ ഈ ഗോപി വസ്ത്രാപഹരണം അതിൽ ചെയ്യണത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമാണ് അവിടുന്ന് കാണാൻ. നല്ല കണ്ണനായിട്ട് വരുന്ന കുട്ടി നല്ല രസമുണ്ട് ചെയ്യുന്നത് കാണാൻ. അപ്പോൾ അത് നമ്മൾ എല്ലാവരുടെയും കണ്ട് പരിചിതമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ മനസ്സിലും നമുക്കത് സങ്കല്പിക്കാൻ സാധിക്കും അല്ലേ ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 5-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. യമുനയിൽ ഇറങ്ങി കണ്ണനെ കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു ഗോപസുന്ദരിമാർ. ആ സമയത്ത് അവർ അഴിച്ചു വെച്ച വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ഭഗവാൻ അടുത്തുള്ള വൃക്ഷത്തിൻ്റെ ശാഖയുടെ മേൽ കയറി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 6-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഇഹ താവധുപേത്യ നീയതാം വസനം വസ്സുദൃശോ യഥായതം
इति नर्ममृदुस्मिते त्वयि ब्रुवति व्यामुमुहे वधूजनै इह तावदुपेत्य नीयतां वसनं वस्सुतृशो यतायतम् इति नर्ममृदुस्मिते त्वयि ब्रुवति വ്യാമുമുഹേ വധൂജനൈ. ആറാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് കണ്ണൻ്റെ കുറുമ്പ് നിറഞ്ഞിട്ടുള്ള ഒരു സംഭാഷണമാണ്. അങ്ങനെ ആ മരത്തിൻ്റെ കൊമ്പിൽ ഗോപസ്ത്രീകളുടെ വസ്ത്രവും കൊണ്ടിരിക്കുന്ന കണ്ണൻ അവരെ നോക്കി പറയാണ്, അല്ലയോ സുന്ദരികളെ, നിങ്ങൾ ഇതുവരെ വരൂ, എൻ്റെ അടുക്കൽ വരൂ. എൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളുടെ വസ്ത്രം ഏതാണെന്ന് മാറാതെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിപ്പൊക്കോളൂ എന്ന് പറയുകയാണ് കണ്ണൻ ഗോപസ്ത്രീകളോട്. വസ്ത്രം ഉടുക്കാതെ നിൽക്കുകയാണ് വെള്ളത്തിനകത്ത്. അവിടെ നിന്ന് കയറി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നാണമില്ലാതെ, അല്ലേ, നാണിച്ച് ലജ്ജ കൊണ്ട് അവർ നദിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. ആ സമയത്ത് കണ്ണൻ അവരോട് പറയാണ്, നിങ്ങൾ ഇവിടെ വരെ ചിരിച്ചോണ്ടാ പറയണത് കേട്ടോ. അത് ആ രംഗമൊന്ന് ആലോചിച്ച് നോക്കുക, പുഞ്ചിരിച്ചോണ്ടാ പറയണത്. അല്ലയോ സുന്ദരികളെ, നിങ്ങൾ ഇതുവരെ വരൂ, വന്ന് കയറി വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ വസ്ത്രം മാറാതെ വന്ന് വാങ്ങിക്കൊണ്ടു പോയിക്കോളൂ എന്ന് പറഞ്ഞ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ മരക്കൊമ്പിൽ ഭഗവാൻ ഇരുന്നു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാൻ ആ സുന്ദരിമാരോട് പറയാണ്, അല്ലയോ സുന്ദരികളെ, നിങ്ങൾ ഇതുവരെ വന്ന് നിങ്ങളുടെ വസ്ത്രം മാറാതെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിപ്പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ആ ഗോപസ്ത്രീകൾ മോഹിതകളായി തീർന്നു എന്ന്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു അമ്പരപ്പുണ്ടാവും. എന്നാൽ അവർ ഭർത്താവായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇത് അവരോട് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു മനസ്സിലെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവർ മോഹിതകളായി തീർന്നു എന്ന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. അയി ജീവചിരം കിശോരനസ്തവധാസീരവശീകരോഷി കിം പ്രതിശാംബരമംബുജേ ക്ഷണേത്യുദിതസ്ത്വം സ്മിതമേവ ദത്തവാൻ. അയി ജീവചിരം കിശോരനസ്തവധാസീരവശീകരോഷി കിം പ്രതിശാംബരമംബുജേ ക്ഷണേത്യുദിതസ്ത്വം സ്മിതമേവ ദത്തവാൻ. ഏഴാമത്തെ ശ്ലോകത്തിൽ ഗോപസ്ത്രീകൾ ഭഗവാനോട് പറയുന്നത്. അപ്പം അതിൽ പറയാണ്, ഐ കിശോര, അല്ലയോ കുഞ്ഞെ, നീ വളരെ കാലം ജീവിച്ചിരുന്നാലും നിന്റെ ദാസിമാരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളെ ഇങ്ങനെ ക്ഷീണിപ്പിക്കരുത്. അല്ലയോ താമരക്കണ്ണ, ഞങ്ങളുടെ വസ്ത്രം തിരിച്ചു തന്നാലും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ കെഞ്ചിപ്പിച്ചു. അവരെ ഗോപസ്ത്രീകളെ കൊണ്ട് ഭഗവാൻ കെഞ്ചിപ്പിച്ചു. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞപ്പോഴും ഭഗവാൻ അവർക്ക് മറുപടി ഒരു പുഞ്ചിരി മാത്രമേ നൽകിയുള്ളൂ എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഗോപസ്ത്രീകൾ പറയാണ്, അല്ലയോ കുഞ്ഞെ, നീ വളരെ കാലം ജീവിച്ചാലും നിന്റെ ദാസിമാരായിട്ടുള്ള ഞങ്ങളെ ഇങ്ങനെ ക്ഷീണിപ്പിക്കരുത്, ഞങ്ങളെ ഇങ്ങനെ കഷ്ടത്തിലാക്കരുത് താമരക്കണ്ണ, ഞങ്ങളുടെ വസ്ത്രം തിരിച്ചു തന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഗോപസ്ത്രീകൾ അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാൻ അവർക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത് ഒരു പുഞ്ചിരി മാത്രമേ നൽകിയുള്ളൂ, ഒരു മന്ദസ്മിതം മാത്രമേ ഭഗവാൻ നൽകിയുള്ളൂ എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം. അതിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധാ സ്വഗതിർനിരീക്ഷ്യത വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമപ്യതാ മുദാ. അതിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധാ സ്വഗതിർനിരീക്ഷ്യത വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമപ്യതാ മുദാ. എട്ടാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്, അവിടുന്ന് പരിശുദ്ധകളും താൻ മാത്രം ശരണമായിട്ടുള്ളവരുമായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ തീരത്തെ പ്രാപിച്ചവരായി കണ്ടിട്ട് അവരുടെ വസ്ത്രങ്ങൾ തിരികെ നൽകുകയും സന്തോഷത്തോടുകൂടി ഇപ്രകാരം അനുഗ്രഹിക്കുകയും ചെയ്തു.
ഇപ്രകാരമുള്ള വാക്കുകൾ പറയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ പറയുന്ന വാക്കുകൾ എന്താണെന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണുള്ളത്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ് ഇവിടെ പരിശുദ്ധകളാണ് ഗോപസ്ത്രീകൾ അല്ലെ, അവർക്ക് ആശ്രയം ആരാണ്? ഭഗവാൻ മാത്രമാണ്. അപ്പൊ താൻ മാത്രം ശരണമായിട്ടുള്ളവനും എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചിട്ടുള്ളവരാണ് ആ ഗോപസ്ത്രീകൾ. അപ്പൊ അങ്ങനെയുള്ള അവര് തീരത്ത് കയറി വന്ന് ഭഗവാനോട് കെഞ്ചി ചോദിക്കുകയാണ് വസ്ത്രം തരുമോ എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഇറങ്ങി വന്ന് ആ സ്ത്രീകൾക്ക് അവരുടെ ഗോപസ്ത്രീകൾക്ക് അവരുടെ വസ്ത്രങ്ങളൊക്കെ തിരികെ നൽകുകയും ഒപ്പം സന്തോഷത്തോടു കൂടി അനുഗ്രഹം നൽകുകയും ചെയ്തു. അനുഗ്രഹം എന്താണെന്നുള്ളത് വാക്കുകളിലൂടെ ഭഗവാൻ പറയുന്നത് എന്താണെന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് വിവരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. വിദിതം നനുവോ മനീഷിതം വതിധാരസ്ത്വിഹ യോഗ്യമുത്തരം യമുനാ പുളിനേ സചന്ദ്രിക ക്ഷണദായിത്യഫലാസ്ത്വമൂചിവാൻ. വിദിതം നനുവോ മനീഷിതം വതിധാരസ്ത്വിഹ യോഗ്യമുത്തരം യമുനാ പുളിനേ സചന്ദ്രിക ക്ഷണദായിത്യഫലാസ്ത്വമൂചിവാൻ. 9ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്, അല്ലയോ ഗോപസുന്ദരിമാരെ, നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അല്ലെ. അവരെന്താഗ്രഹത്തിനാണ് പൂജ ചെയ്തത്? ഭഗവാൻ കൃഷ്ണൻ ഭർത്താവായിട്ട് വരണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് യമുനാ തീരത്ത് വെച്ച് നിലാവുള്ള രാത്രികൾ മറുപടി നൽകും എന്നാണ് ഭഗവാൻ കൃഷ്ണൻ അവരോട് പറഞ്ഞത്. അപ്പോൾ യമുനയുടെ തീരത്ത് വെച്ച് നിലാവുള്ള രാത്രികൾ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ അറിഞ്ഞു. അപ്പോൾ യമുനാ തീരത്ത് വെച്ച് നിലാവുള്ള രാത്രികൾ നിങ്ങളുടെ ആ ആഗ്രഹത്തിനുള്ള മറുപടി നൽകും എന്ന് പറയുകയാണ്. അതായത് രാസക്രീഡയുടെ കാര്യമാണ് ഭഗവാൻ ഇവിടെ പറയാതെ ആ ഗോപസ്ത്രീകളോട് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. യമുനയുടെ തീരത്ത് വെച്ച് നിലാവുള്ള രാത്രികൾ അതിന് മറുപടി നൽകും എന്ന് ഭഗവാൻ കൃഷ്ണൻ അവരോട് അനുഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ഉപകർണ്യ ഭവന്മുഖച്യുതം മധുനിഷ്യന്തി വജോ മൃഗീദൃശ പ്രണയാദൈവീക്ഷ്യ വീക്ഷ്യത്തെ വദനാബ്ജം ശനഖൈർഗൃഹം ഗതാ. ഉപകർണ്യ ഭവന്മുഖച്യുതം മധുനിഷ്യന്തി വജോ മൃഗീദൃശ പ്രണയാദൈവീക്ഷ്യ വീക്ഷ്യത്തെ വദനാബ്ജം ശനഖൈർഗൃഹം ഗതാ. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭട്ടതിരിപ്പാട് പറയണം, അല്ലയോ കൃഷ്ണ, ആ മാൻ കണ്ണിമാരായിട്ടുള്ള ഗോപികമാർ അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്നും വന്ന പൂന്തേനൊഴുകുന്ന വാക്കുകൾ കേട്ടിട്ട്, മുഖാരവിന്ദം താമരപ്പൂ പോലെയുള്ള മനോഹരമായിട്ടുള്ള മുഖമാണ് ഭഗവാന്റെ. ആ മുഖത്തിൽ നിന്നും മധുരമാകുന്ന പൂന്തേൻ ഒഴുകുന്നത് പോലെയാണ് ആ വാക്കുകൾ അവർക്ക് അനുഭവപ്പെട്ടത് അല്ലെ. അവരുടെ ആഗ്രഹം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിലാവുള്ള രാത്രികളിൽ യമുനയുടെ തീരത്ത് വെച്ചിട്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഭഗവാൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൂന്തേൻ ഒഴുകുന്ന വാക്കുകൾ കേട്ടിട്ട് അവർ മന്ദം മന്ദം തിരിഞ്ഞ് സ്വഗൃഹങ്ങളിലേക്ക് പോയി. ആ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള മുഖത്തെ ഒളിഞ്ഞിങ്ങനെ മാൻകണ്ണിമാർ ആ മനോഹരമായിട്ടുള്ള കണ്ണുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നോക്കി 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 സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ് 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ, അല്ലയോ കൃഷ്ണ, അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്നും വന്ന പൂന്തേൻ ഒഴുകുന്ന ഈ വാക്കുകൾ കേട്ടിട്ട് ആ ഗോപവനിതകൾ സന്തോഷത്തോടു കൂടി അങ്ങയുടെ മുഖത്തെ വീണ്ടും വീണ്ടും നോക്കി 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 സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അതായത് അവരിങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ്. ആ സമയത്ത് ഓരോ പ്രാവശ്യം തിരിഞ്ഞ് ഭഗവാന്റെ മുഖം ഇങ്ങനെ നോക്കി നോക്കിയിട്ടാണ് വീടുകളിലേക്ക് മടങ്ങിയത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ദശകത്തിലെ അവസാന ശ്ലോകം 11ാമത്തെ ശ്ലോകം ചൊല്ലാം.
ഇതി നന്വനുഗൃഹ്യ വല്ലവീർവിപിനാന്ദേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാ മേ സകലാമയാവലീം. ഇതി നന്വനുഗൃഹ്യ വല്ലവീർവിപിനാന്ദേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാ മേ സകലാമയാവലീം. 11ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ ഗോപ വനിതകളുടെ അഭീഷ്ടം നൽകാമെന്ന് പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് അവരെ അനുഗ്രഹിച്ചിട്ട് വീണ്ടും ഭഗവാൻ എപ്പോഴും സഞ്ചരിക്കുന്നത് പോലെ വനാന്തരങ്ങളിൽ സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഉള്ള കരുണാർദ്ര ഹൃദയനായിട്ടുള്ള ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് 11ാമത്തെ ശ്ലോകവും 60ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ 11ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഗോപ വനിതകളുടെ അഭീഷ്ടം നൽകാമെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച ഭഗവാനെ, അങ്ങ് പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ള കരുണാർദ്ര ഹൃദയനായ ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ രോഗപീഠകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അങ്ങനെ നമ്മൾ 60 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നൃത്ത പരിപാടികളും വീട് ഷിഫ്റ്റിങ്ങിൻ്റെയും ഒക്കെ തിരക്കായതുകൊണ്ട് ഞാൻ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ കുറേ അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്കറിയാം. അത് മെല്ലെ എനിക്ക് സമയം കിട്ടുന്ന മുറയ്ക്കൊന്ന് ഞാൻ സോർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. 61ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.